ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 24 വിശുദ്ധ ഫിദേലിസയുടെ തിരുനാൾ. ജർമ്മനിയിൽ സിക്സ്മാറിഞ്ചനിൽ 1577 ജോൺ റേയുടെ മകനായി ജനിച്ച മാർക്കാണ് പിന്നീട് കപ്പൂച്ചിൻ സഭയിൽ ചേർന്ന് ഫിദേലിസ് ആയത്. സ്വിറ്റ്സർലൻഡിലെ ഫ്രീബുർഗിൽ പഠനം നടത്തിയിരുന്ന കാലത്ത് വീഞ്ഞു കുടിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, ഒരു രോമക്കുപ്പായം സദാ ധരിച്ചിരുന്നു. മാർക്കിന്റെ അടക്കവും വിരക്തിയും ശാന്തതയും അവനെ സുന്ദരമാക്കിയിരുന്നു. 1604 യൂറോപ്പ് മുഴുവൻ 3 കൂട്ടുകാരോടും കൂടി സന്ദർശിച്ചു. യാത്രക്കിടയ്ക്ക് പ്രധാന ദിവസങ്ങളിൽ മാർക്ക് വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നു. ദേവാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ ദീർഘനേരം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്നു. ദേശാടനത്തിനു ശേഷം ആൽസസിൽ കോൾമാർ എന്ന നഗരത്തിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ചു. ദരിദ്രരുടെ വക്കീലെന്ന് മാർക്ക് റേ അറിയപ്പെട്ടിരുന്നു. കൂട്ടുകാരുടെ അനീതി കണ്ട് വെറുപ്പ് തോന്നി. അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ച് കപ്പുച്ചിൻ സഭയിൽ ചേർന്നു. 1612 പുരോഹിതനായി. സമ്പത്ത് മുഴുവനും ദരിദ്രർക്ക് സെമിനാരി വിദ്യാർത്ഥികളുടെ പഠനത്തിനുമായി ദാനം ചെയ്തു. പിന്നീട് സുപ്പീരിയറായി. പ്രഭാഷണങ്ങൾ വഴി അനേകം കാൽവിനിസ്റ്റുകളെ മാനസാന്തരപ്പെടുത്തിയ ഫാദർ ഫിദേലിസ് കാൽവിനിസ്റ്റുകളുടെ വിരോധത്തിന് പാത്രമായി. 1622 ഏപ്രിൽ 24 അതീവ മനസ്താപത്തോടെ കുമ്പസാരിച്ച ശേഷം ഗ്രാച്ച് എന്ന സ്ഥലത്ത് ചെയ്ത പ്രസംഗത്തിൽ താമസിയാതെ പുഴുക്കൾക്ക് ആഹാരമാകാൻ പോകുന്ന ഫാദർ ഫിദേലിസ് എന്ന് സ്വയം വിശേഷിപ്പിച്ചു. ഓസ്ട്രിയയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് എതിര് നിന്നു എന്ന കാരണം പറഞ്ഞ് ഫാദർ ഫിദേലിസിനെ കാൽവനിസ്റ്റുകൾ അടിച്ചും കുത്തിയും കൊന്നു. വിശുദ്ധ ഫിദേലിസെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.